ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടൊരു പെൻപാൽ വിത്ത് മീ വീഡിയോ ആണ് കേട്ടോ. എനിക്കറിയാം കുറേ പേർക്ക് പെൻപാൽ വീഡിയോസ് ബോറടിക്കുന്നുണ്ട് എന്നുള്ളത്. ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടപ്പോൾ ഒരുപാട് പേര് യെസ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ബോറടിക്കുന്നുണ്ട്, പക്ഷേ കുറച്ച് പേർക്കെങ്കിലും കാണാൻ താല്പര്യമുള്ളവരുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതിടുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാം. അപ്പോൾ ഈ ലെറ്റേഴ്സൊന്നും ഞാൻ പുതുതായി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള പെൻപാൽസൊന്നും അല്ല കേട്ടോ. അതൊക്കെ പഴയ ലെറ്റേഴ്സാണ്, അതായത് ഒക്ടോബർ നവംബർ ആ ഒരു ടൈമിൽ വന്ന ലെറ്റേഴ്സ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സമയം കിട്ടുന്നതിനനുസരിച്ച് അങ്ങനെ കുറേ ടൈം എടുത്താണ് ഞാൻ റിപ്ലൈ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇനിയും കുറച്ചുകൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊന്നും കഴിയാതെ ഞാൻ പുതുതൊന്നും അക്സെപ്റ്റ് ചെയ്യില്ല കേട്ടോ. കാരണം കോമൻസിൽ ഇപ്പോഴും കാണാം പെൻപാൽസ് അക്സെപ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുള്ള കോമൻസും. അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു മറുപടി ആയിട്ടാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഷെസ എന്ന് പറഞ്ഞ കുട്ടിക്കുള്ള റിപ്ലൈ ലെറ്റർ ആണ് എന്നുള്ളത്. അപ്പോൾ ഇതും ഒരു എസ്തറ്റിക് തീമിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ 2 ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ രണ്ടെണ്ണം എന്നുള്ള രീതിക്കാണ് ചെയ്തു പോകുന്നത്. അപ്പോൾ അത് ഞാൻ വിൻറ്റേജ് തീമിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് എസ്തറ്റിക്സിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൽ ഞാൻ എടുത്തിരിക്കുന്ന തീം പോംപോംപോഴിൻ ആ ഒരു തീമാണ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ക്യാരക്ടറാണ് പോംപോംപോഴിൻ. സോ ഞാൻ ആ തീമിൽ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻവലപ്പ് ഞാൻ കുറച്ചൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് പോയി വീഡിയോയിൽ. അപ്പോൾ ആദ്യം ഒരു ഗ്രിഡ് പേപ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു ബേസ് ആയിട്ട്, പിന്നെ ഒരു ബ്രൗൺ ഗിങ്കാം പാറ്റേൺ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗിങ്കാം പാറ്റേൺസ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പീസ് കൊടുത്തിട്ടുണ്ട്, പിന്നെ പാൻ കേക്ക്, പിന്നെ ഒരു റെസിപ്റ്റ് അങ്ങനെ ക്രഷ് ചെയ്തിട്ട് അത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് റാൻഡം സ്റ്റിക്കേഴ്സ്, ബ്രെഡ്, കപ്പ് കേക്ക് അങ്ങനത്തെയൊക്കെ. പിന്നെ ഈ ഒരു മൺഡേ എന്ന് എഴുതിയിട്ടുള്ളത് DIY ആയി ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതും അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ 28 ഇത് ഞാനൊരു ഡയറിയിൽ നിന്ന് കീറിയെടുത്തല്ല കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് എവിടെ ഒട്ടിക്കേണ്ടത് എന്നുള്ളതൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എല്ലായിടത്തും വെച്ചിട്ട് ഇങ്ങനെ രസമുള്ള പോലെ തോന്നി. ഇവിടെ വെച്ചിട്ട് രസമുണ്ട്, ഇവിടെ വെക്കുമ്പോൾ രസമുണ്ട്, ഇവിടെ വെക്കുമ്പോൾ രസമുണ്ട്. പക്ഷെ അത് എവിടെ അപ്പോൾ ഞാൻ ഫിക്സ് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആകെ പരതുന്നത്. അപ്പോൾ അത് ഞാൻ അവിടെ ഫിക്സ് ചെയ്ത് ബ്രെഡിൻ്റെ മുകളിലായിട്ട് പിന്നെ ഈ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അതിൽ കൊറിയനാ തോന്നുന്നു ഭാഷ, അതിലെന്താ എഴുതിയിട്ടുള്ളത് എനിക്കറിയില്ല കേട്ടോ. അതിൻ്റെ ഒരു എസ്തറ്റിക്സ് കേട്ടിട്ട് അത് നന്നായിട്ട് മാച്ച് ആവുമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തെടുത്തത്. ഇനി അതിൽ എന്താണോ എന്നുള്ളത് നല്ല കാര്യമാണെങ്കിൽ ഓക്കെ, ഇനി വേറെ വല്ലതും ആണോ എന്നുള്ളത് അറിയില്ല കേട്ടോ. എന്തായാലും ഞാനത് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ സർക്കിൾ ഷേപ്പിൽ വരുന്ന സ്റ്റിക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. എൻവലപ്പ് കുറച്ച് ഓവറായിട്ട് ഡെക്കറേറ്റ് ചെയ്തു എനിക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഡെക്കറേറ്റ് ചെയ്തതല്ലേ, എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ മാറ്റമൊന്നും വേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഇതുപോലത്തെ ഒരു വാഷി സാമ്പിൾ ഇവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ എന്തായാലും പറഞ്ഞല്ലോ, ഇത് A4 പേപ്പറിലുള്ള എൻവലപ്സ് ആയതുകൊണ്ട് കൊറിയർ പാക്കിങ് ചെയ്തിട്ടായിരിക്കും ഞാൻ പോസ്റ്റ് ഓഫീസ് ത്രൂ സെൻഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇതിന്മേൽ ഞാൻ ജസ്റ്റ് 2 ഷെസ എന്നുള്ളത് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ സർക്കിൾ ഷേപ്പിലുള്ള സ്റ്റിക്കേഴ്സ് ആയിട്ട് അത് ഷെസ എന്നുള്ളതും, അതായത് 2 എന്നുള്ളത് ഒട്ടിക്കുന്നുണ്ട്, പിന്നെ ഷെസ എന്നുള്ളതും അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാണ്ട് ചെയ്യുന്നത്. ഞാൻ ആദ്യം ഈ ഒരു പെൻപാൽ വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കണ്ട, ജസ്റ്റ് മ്യൂസിക് കൊടുത്താൽ മതി, ഇതിൻ്റെ കൂടെ സബ് ടൈറ്റിൽസ് ആഡ് ചെയ്താൽ മതി, വോയിസ് ഓവർ വേണ്ട. കാരണം പെൻപാൽസിനെ കുറിച്ച് എപ്പോഴും പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ പറയാനുള്ളത് എന്ന് വിചാരിച്ചിട്ട് വേണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ വ്യൂവേഴ്സിൻ്റെ, അതായത് ഏതൊക്കെ കൺട്രീസ് എന്നുള്ള വ്യൂവേഴ്സിനൊക്കെ ഇപ്പോൾ കുറേ ഫോറിനേഴ്സ് ഉണ്ട്, അതായത് US, UK, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, GCC കൺട്രീസ് എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് അവർക്ക് എൻ്റെ മലയാളത്തിലുള്ള ബ്ലാബ്ല കേട്ടാലൊന്നും മനസ്സിലാവില്ലല്ലോ, അപ്പോൾ സബ് ടൈറ്റിൽസ് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തു പോയത്. പിന്നെ ഞാൻ വോയിസ് ഓവർ അല്ലാണ്ട് ഒരു 3-4 വീഡിയോസ് അപ്ലോഡ് ചെയ്തപ്പോഴും നിങ്ങൾ വോയിസ് ഓവർ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊക്കെ കൺഫ്യൂസ്ഡായി, എന്താ ചെയ്യുക എന്നുള്ളൊരു രീതിക്കായി. പിന്നെ ഞാൻ വിചാരിച്ചു വോയിസ് ഓവർ കൊടുക്കുക, പിന്നെ സബ് ടൈറ്റിൽസും എന്തായാലും കഷ്ടപ്പെട്ട് എഴുതി ഉണ്ടാക്കിയതല്ലേ, അപ്പോൾ അതവിടെ നിന്നോട്ടെ എന്ന് വിചാരിച്ചു. എന്നാൽ ലാംഗ്വേജ് അറിയാത്തവർക്കും അത് കണ്ടാൽ മനസ്സിലാക്കാമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഈ വോയിസ് ഓവറിൻ്റെ പിന്നിലുള്ള കഥ. ഇനി ലെറ്റർ എഴുതാനുള്ള പേജാണ് ഇത്. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന 2 ബുക്കായിരുന്നു. അതിൻ്റെ ഹോൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം കേട്ടോ. എന്തായാലും എസ്തറ്റിക് തീമിൽ ചെയ്യല്ലേ, അപ്പോൾ എനിക്ക് 2 ബുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആമസോണിൽ നിന്ന്. അപ്പോൾ ഒന്നിന് പൂജമായിട്ട് മാറ്റി, അപ്പോൾ ഒന്ന് വെറുതെ ഇരിക്കുകയല്ലേ, അപ്പോൾ അത് ഇങ്ങനെ ലെറ്റർ എഴുതിയാലോ എന്ന് വിചാരിച്ചു. കുറേ ബുക്ക്സ് ഉണ്ട് ഇപ്പോൾ ലെറ്റേഴ്സ് ഇങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചത്, കുറേ ഡയറികളൊക്കെ. അപ്പോൾ ഇതൊന്ന് വെറൈറ്റി ആവുമെന്ന് വിചാരിച്ചിട്ടും ഞാൻ എന്ത് ചെയ്തും ഇതെടുത്തും. അപ്പോൾ ഇതിലാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് വലിയ പേജായിരുന്നു കേട്ടോ, അതായത് A4 സൈസിൽ വരുന്ന പേജായിരുന്നു. അപ്പോൾ ഞാൻ 2 സൈഡിലും ഇങ്ങനെ മിനിമലായിട്ടുള്ള ഒരു ഡിസൈൻസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് കോമെൻറ്റ് ചെയ്യാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അടുത്തത് എക്സ്ട്രാസ് ആഡ് ചെയ്യണം. അപ്പോൾ ഇത് പോംപോംപോഴിൻ തീമിൽ വരുന്ന കുറച്ച് ഡൈക്കട്സ് ആണ് കേട്ടോ. പോംപോംപോഴിൻ തീമിൽ വരുന്നതും ഉണ്ട്, പിന്നെ കുറച്ച് റാൻഡം, അതായത് യെല്ലോ കളറിനോട് മാച്ച് ആയിട്ടുള്ള കുറച്ച് റാൻഡം സ്റ്റിക്കേഴ്സ് അല്ല ഡൈക്കട്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ടുലിപ്സ്, പിന്നെ ഒരു ഫ്ലവർ, പിന്നെ ക്രോസ, പിന്നെ പാൻ കേക്ക്. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ എക്സ്ട്രാസ് 1-ൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് പെൻപാൽ സെൻഡ് ചെയ്യുമ്പോൾ ഈ ഡൈക്കട്സ് അത് നിർബന്ധമാണ്. നമ്മൾ സദ്യക്ക് സാമ്പാർ നിർബന്ധമെന്ന് പറയുന്ന പോലെ ഇത് നിർബന്ധമാണ് എനിക്ക്.
പിന്നെ എന്നത്തെയും പോലെ നമ്മൾ ബട്ടർ പേപ്പർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതോ ഞാൻ എന്താ പറയുക നോർമലി പാക്ക് ചെയ്യുന്ന പോലെയല്ല ചെയ്തിട്ടുള്ളത്, കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ വേറൊരു മെത്തേഡിലാണ് ഇത് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യം ഇതിന് വോയിസ് ഓവർ കൊടുക്കണ്ടെന്ന് വിചാരിച്ചൊരു വീഡിയോ ആയിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. സോ ഞാനതെങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണിച്ചിട്ടില്ല. കാരണം വോയിസ് ഓവർ കൊടുക്കുന്നില്ല, ജസ്റ്റ് സബ് ടൈറ്റിൽസ് പോലെ ആഡ് ചെയ്യുക. അപ്പോൾ എന്തായാലും അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടിയൊന്നും വരില്ലല്ലോ എന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ അതുകൊണ്ടും അതെങ്ങനെയാണ് പറയേണ്ടതെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഇനി ഏതെങ്കിലും പെൻപൽസിൻ്റെ വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ അത്. അപ്പോൾ അത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗിങ്കാം പാറ്റേണും പിന്നെ ഒരു ബാരൻ്റെ സ്റ്റിക്കറും പിന്നെ ടീ ടൈം എന്നുള്ള അതൊരു സ്റ്റിക്കർ സെറ്റായിരുന്നു. അപ്പോൾ അതായത് ഒരു ടീ ടൈം എന്നുള്ള തീമിൽ വരുന്നത്. അപ്പോൾ അതുമത്തെ ആ ടീ ടൈം എന്നുള്ളതോടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഹോൾ പഞ്ച് യൂസ് ചെയ്ത് ഹോൾ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ജസ്റ്റ് ത്രെഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് അതൊന്ന് ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ക്രിയേറ്റീവായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ എന്തോ ഈ പെൻപാൽ ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാതും ചെയ്യുമ്പോഴും എൻജോയ് ചെയ്തിട്ട് തന്നെയാണ്. പക്ഷേ ഇത് ഞാൻ കുറച്ചുകൂടെ കൂടുതലായിട്ടും അതിലേക്ക് ടൈം സ്പെൻഡ് ചെയ്ത പോലെ എനിക്ക് തോന്നി കേട്ടോ. മറ്റേത് ഞാൻ ചെയ്യുമ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻസൊക്കെ തന്നെ ആയിരിക്കും, പക്ഷെ എന്നാലും എവിടേക്കോ കുറച്ച് ഹറിബറി സീൻസ് വരാറുണ്ട്. ലൈക്ക് ചില സമയത്ത് ഞാൻ ഷെഡ്യൂൾ ചെയ്ത ടൈമിലേക്ക് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല, അപ്പോൾ അത് അടുത്തതിലേക്ക് ഇടും. പ്രോക്കാസ്റ്റിനേഷൻ അല്ല, എന്താ പറയുക, ചില സാഹചര്യങ്ങൾ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പുറത്ത് പോകേണ്ട ആവശ്യം ഉണ്ടാവും, അല്ലെങ്കിൽ അർജൻറ്റായിട്ട് ക്ലാസ്സുകൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ അർജൻറ്റായിട്ടുള്ള വേറെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് നമുക്ക് ആ ഒരു ടൈമിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ചിലപ്പോൾ ഹറിബറി ആയിട്ട് പോകാറുണ്ട്. അപ്പോൾ ചില പെൻപൽസൊക്കെ അങ്ങനെ ഹറിബറി ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതും കുറച്ച് ഹറിബറി വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്നാലും ഇതിൻ്റെ ഈ ഡെക്കറേഷൻ പാർട്സൊക്കെ ഞാൻ കുറച്ച് എൻജോയ് ചെയ്തിട്ടായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചിലപ്പോൾ എൻ്റെ ഫേവറേറ്റ് തീം ആയതുകൊണ്ടായിരിക്കാം മേ ബി. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ലെറ്റർ എഴുതാനുള്ള പേജായിരുന്നു, അത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ ഷെസ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഹായ് എന്നുള്ളത് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനത്തെ ഗ്രിഡ് പാറ്റേൺസിൽ എഴുതാറുണ്ട്, പക്ഷേ കൂടുതലായിട്ട് നമ്മുടെ നോർമൽ ലൈൻസ് വരുന്ന പേജസിലാണ് എഴുതാറുള്ളത്. അപ്പോൾ അങ്ങനത്തതിൽ എഴുതി ശീലമായതുകൊണ്ട് എൻ്റെ ഹാൻഡ് റൈറ്റിങ് അതിനോട് ഒന്നുകൊണ്ട് വഴങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇതിൽ എഴുതുമ്പോഴേ ഇനി ഇതിൻ്റെ എനിക്ക് പൊതുവെ ഇങ്ങനെ സ്മൂത്ത് ആയിട്ടുള്ള സർഫസിൽ എഴുതാൻ വല്ലാണ്ട് ഇഷ്ടമല്ല, കുറച്ചുകൂടെ റഫ് ആയിട്ടുള്ള സർഫസാണ് എനിക്കൊരു ഇഷ്ടം. അപ്പോൾ ഈ ഒരു ഗ്രിഡ് പേപ്പറിൻ്റെ ടെക്സ്ചർ ഭയങ്കര സ്മൂത്താണ്. അപ്പോൾ എനിക്ക് എന്തോ ഞാൻ വിചാരിച്ച പോലെ എനിക്ക് അതിൽ എഴുതിയിട്ട് ഇങ്ങോട്ട് സെറ്റ് ആവുന്നില്ലായിരുന്നു. ഞാൻ ലെറ്റർ എഴുതാനുള്ള പേപ്പർ നന്നായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട്, പക്ഷെ എനിക്ക് എഴുതി വന്നപ്പോൾ എന്തോ ഇങ്ങനെയെന്നുള്ളൊരു തോന്നൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് എഴുതി കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ആ ഒരു ബുക്കിൽ പിന്നിലൊരു പേജിൽ ജസ്റ്റ് റാൻഡായിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. ജെൽ പെന്നോണ്ട് എഴുതൽ അപ്പോൾ ഞാൻ മാറ്റിയിട്ട് സാധാ നമ്മുടെ ബോൾ പെൻ യൂസ് ചെയ്തിട്ട് എഴുതി. അപ്പോൾ ജെൽ പെന്നോണ്ട് എഴുതുന്നതിനേക്കാളും കുറച്ചുകൂടെ നല്ല ഒരു വൃത്തി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു വിചാരം ഇങ്ങനത്തെ പേപ്പറിൽ ജെൽ പെന്നോണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും എന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു. അതങ്ങ് മാറിക്കിട്ടി. ഇപ്പോൾ ഞാൻ ആ ജെൽ പെന്ന് മാറ്റി വെച്ചിട്ട് ഇപ്പോൾ അതിൽ മൊത്തം എഴുതുമ്പോൾ ബോൾ പെൻസാണ് യൂസ് ചെയ്യുന്നത്. അതാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു പെന്നുണ്ട്, ഒരു 3 രൂപയുടെ ഒരു പെന്നുണ്ട്, ഒരു ബ്ലാക്ക് പെന്ന്. അതുമ്പോൾ ഇങ്ങനെ ഒരു വൈറ്റ് ലൈൻസ് വരുന്നത്, അതിൽ ബ്ലൂവും വരുന്നുണ്ട്, അതിൻ്റെ പേരേക്ക് ഓർമ്മയില്ല. അതാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇനി ലെറ്റേഴ്സ് എഴുതുമ്പോൾ ആ പെൻ തന്നെ യൂസ് ചെയ്യണം. ഇപ്പോൾ ഞാൻ ജേണൽ ബൂജോ ഇങ്ങനത്തെ ഗ്രിഡ് പേപ്പറുള്ള ബുക്കിലാണല്ലോ, അപ്പോൾ ഞാൻ ബൂജോ ഒക്കെ ഇപ്പോൾ ആ പെന്നോടെ യൂസ് ചെയ്യുന്നത്, അതായത് അതിൽ ഹാൻഡ് റൈറ്റിംഗ് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അതിൻ്റെ ഇടയിൽ ഞാൻ കുറേ എക്സ്ട്രാസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് ഞാൻ കുറച്ച് ടാഗ്സ്, അതായത് എക്സ്ട്രാസിൽ ടാഗ്സ് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3 പാറ്റേൺസ് ആണ്. ഒന്നൊരു ബ്രൗൺ ഗിങ്കാമും, പിന്നെ ഒരു ഗ്രീൻ ഗിങ്കാം, പിന്നെ ഒരു വൈറ്റിൽ ഗിങ്കാം അല്ല, ജസ്റ്റ് എന്താ പറയുക ഇങ്ങനെ ലൈൻസ് വരുന്ന ഒരു മോഡൽ. അപ്പോൾ ഈ 3 പാറ്റേൺസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ടാഗിൻ്റെ ഒരു ഡൈ കട്ട് വരുന്നുണ്ട്, അത് യൂസ് ചെയ്തിട്ട് ഡൈ കട്ട് മെഷീനിൽ വെച്ചിട്ടാണ് ടാഗ്സ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ടാഗ്സ് കിട്ടും നമുക്ക്. അപ്പോൾ ഈ ഡൈ കട്ട് മെഷീൻ്റെ വീഡിയോ, അതായത് ഇതിൻ്റെ അൺബോക്സിങ്ങും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ഡൈ കട്ട് മെഷീന് സംഭവം നല്ല രസമാണ്, പക്ഷേ കുറച്ച് കോസ്റ്റ്ലി ആണ്. ഞാൻ വേറെ കുറച്ച് പ്ലാനൊക്കെ വിചാരിച്ചിട്ട് വാങ്ങിച്ചതായിരുന്നു, പിന്നെ എനിക്ക് ആ ഒരു പ്ലാന് വർക്കൗട്ട് ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടല്ലോ ദാസാന്ന് പറയുന്ന, അതാണ് എന്നെ മുന്നോട്ട് നയിക്കുന്ന വാചകം എന്ന് വേണമെങ്കിൽ പറയാം. അതിന്മേൽ പിടിച്ചിരിക്കുകയാണ് ഞാൻ. എന്തെങ്കിലും എനിക്കെന്നെ തോന്നുമ്പോൾ ഞാൻ ഇത് ചെയ്യണം വിചാരിച്ചിട്ടായിരുന്നല്ലോ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അത് ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ തോന്നുമ്പോൾ ഞാൻ വിചാരിക്കുക എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ, ആ ടൈം ആകുമ്പോൾ ചെയ്താൽ മതി, അങ്ങനെയൊക്കെ വിചാരിച്ച് വെച്ചിരിക്കുകയാണ്. അത് അത്ര നല്ലതല്ല എന്ന് എനിക്കറിയാം, പക്ഷേ ചില സമയത്ത് ഭയങ്കര ആശ്വാസമാണ്.
പിന്നെ ഇതൊരു കാലണ്ടർ കേട്ടോ, അതായത് 2025 ഒരു കാലണ്ടർ. ഇതും ഞാൻ ഡിസൈൻ ചെയ്തതായിരുന്നു കേട്ടോ. അതും പോമ്പോമ്പോഴും തീമിൽ വെച്ചിട്ട് ഈ പെൻപലിന് ആഡ് ചെയ്യണം വിചാരിച്ചിട്ട് അങ്ങനെ ഡിസൈൻ ചെയ്തെടുത്തതായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനൊരു സ്കൂൾ ടൈം ടേബിൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കുട്ടി എന്താ പറയുക സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നു, അതുകൊണ്ട് ഞാനൊരു സ്കൂൾ ടൈം ടേബിൾ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് ഞാൻ ഡിസൈൻ ചെയ്തെടുത്തതായിരുന്നു കേട്ടോ. അതായത് ഈ തീമിന് മാച്ച് ആക്കാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തതായിരുന്നു പോമ്പോമ്പോഴിന് വെച്ചിട്ട്. അപ്പോൾ അതായിരുന്നു അത്. അപ്പോൾ ആൾക്ക് സ്കൂളത്തെ ടൈം ടേബിൾ ഇതിൽ എഴുതാലോ അങ്ങനെ വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. ഇനി ഇതിൽ 3 വാഷിംഗ് സാമ്പിൾസ് ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് തീമിനോട് മാച്ച് അല്ല കേട്ടോ. ഈ തീമിന് മാച്ചായ ഡിസൈൻസോ കളർ ഷെയ്ഡിലുള്ളതൊന്നും എൻ്റെ കയ്യിൽ അവൈലബിൾ അല്ല. അപ്പോൾ ഞാൻ റാൻഡായിട്ട് ഒരു 3 കളേഴ്സ് ചൂസ് ചെയ്തിട്ട് അതാണ് കേട്ടോ സാമ്പിൾസ് ആയിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ OHP ഷീറ്റിലാണ് ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നത്. പൊതുവേ OHP ഷീറ്റ് തന്നെയാണ് അധികമായിട്ട് ഞാൻ യൂസ് ചെയ്യാറുള്ളത് വാഷിംഗ് സാമ്പിൾസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ക്ലിപ്സൊക്കെ ഞാൻ കുറച്ച് സ്പീഡപ്പ് ചെയ്തിട്ടുണ്ട്, കാരണം അങ്ങനെ കുറേ ചുറ്റുന്നത് വെറുതെ കണ്ടിരുന്ന ബോറടിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് കുറച്ച് സ്പീഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാഷിംഗ് സാമ്പിൾസ് ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3 ഡിസൈൻസ് ആയിരുന്നു കേട്ടോ. അതിൽ 2 ഒരു വൈറ്റ് തീമിലും ഒന്നൊരു പേർപ്പിൾ തീമിൽ വരുന്നതായിരുന്നു. ഇനി എക്സ്ട്രാസ് എല്ലാം പാക്ക് ചെയ്യാണ്ടോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒരു വെല്ലം പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യം നമ്മളുടെ ആ ടൈം ടേബിൾ അതാണ് വെക്കുന്നത്. ഞാൻ ഫോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം സൈസ് കുറച്ച് കൂടിയിട്ടുണ്ടായിരുന്നു. ഞാനത് ഫോൾഡ് ചെയ്തിട്ടാണ് അതിൽ വെച്ചിട്ടുള്ളത്. ഒരു A4 പകുതി സൈസ് എന്തോ വന്നിട്ടുണ്ടായിരുന്നു അതും. അപ്പോൾ ഞാനത് പ്രിന്റ് ചെയ്തപ്പോൾ അങ്ങനെ പ്രിന്റ് ചെയ്ത് പിന്നെയാണ് എനിക്ക് അബദ്ധം മനസ്സിലായത്. പിന്നെ ഞാൻ 2 മെമ്മോ പാഡ്സ് പോലത്തെ ഒരു എന്താ പറയുക അങ്ങനെ 2 പേപ്പേഴ്സ് പോമ്പോമ്പോഴും തീമിൽ വരുന്നത് അതും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഗ്രീൻ ഡോയിലി പേപ്പേഴ്സ്, പിന്നെ ഒരു 3 വാഷിംഗ് സാമ്പിൾസ്, പിന്നെ നമ്മുടെ ടാഗ്സ്, പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമുക്ക് സ്റ്റിക്കേഴ്സ് പോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് ഡിസൈൻസ്. അപ്പോൾ അതൊക്കെയാണ് ഈ എക്സ്ട്രാസ് 1 എന്നുള്ളതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ ഒന്ന് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഡൈ കട്ട്സ്, അത് ഞാൻ ഓൾറെഡി പാക്ക് ചെയ്തതുകൊണ്ട് അത് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നില്ല. ഇനി കുറച്ച് പാക്കിംഗ് മെത്തേഡ്സ് ഒക്കെ ഇങ്ങനെ നോക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതായത് വല്ലാണ്ട് കാര്യപ്പെട്ട് പണിയെടുക്കാണ്ട് ഈ ബട്ടർ പേപ്പർ കൊണ്ട് റാപ്പ് ചെയ്യുന്ന നല്ല രസമൊക്കെ തന്നെയാണ്. പക്ഷെ അതേപോലെ നമ്മൾ ഇങ്ങോട്ട് താക്കുമ്പോൾ അങ്ങോട്ട് പോകുക, അങ്ങനെയൊക്കെ ഒരു വൃത്തിയിട്ട സ്വഭാവം ഉണ്ട് അതിന്. ചിലപ്പോൾ ഫോൾഡ് ചെയ്യുമ്പോഴൊന്നും വൃത്തിയാവില്ല. ഇനി ഇതിൽ ക്വസ്റ്റ്യൻസ് എഴുതണം, ആൻസേഴ്സ് എഴുതണം, പിന്നെ ലെറ്റർ എഴുതണം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ എഴുതി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ലെറ്റർ, പിന്നെ ഇതിൽ നമ്മൾ എക്സ്ട്രാസ് പാക്ക് ചെയ്തത്, പിന്നെ ഇതിൽ ക്വസ്റ്റ്യൻസും അതുപോലെ ആൻസേഴ്സും ആ ഒരു പേപ്പേഴ്സാണ് കേട്ടോ ഇത് രണ്ടും. അപ്പോൾ അങ്ങനെ എക്സ്ട്രാസ് കാര്യങ്ങളൊക്കെ സോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഫൈനലായിട്ട് വരുന്നത്. അതായത് എല്ലാതും ഇതിലുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ നേരത്തെ വെച്ചിരുന്ന ഡൈ കട്ട്സ്, പിന്നെ എൻവലപ്പ്, പിന്നെ ഇതൊരു കാലണ്ടർ കേട്ടോ, അതായത് 2025 ഒരു കാലണ്ടർ. അപ്പോൾ അത് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ഒന്നും കൂടെ ഫോൾഡ് ചെയ്യേണ്ട അവസ്ഥയായിരുന്നു, കാരണം A4 സൈസ് ആണ്. അപ്പോൾ എൻവലപ്പും A4 സൈസ് ആയതുകൊണ്ട് അതിൽ കൊള്ളുന്നില്ലായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ ഫോൾഡ് ചെയ്തിട്ടായിരുന്നു ഞാൻ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ പൊതുവേ പെൻപൽസ് സെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് എൻവലപ്പിൻ്റെ സൈസ് ഉണ്ടല്ലോ, ആ സൈസിൽ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം അത് ഓർഡിനറി പോസ്റ്റ് ആയിട്ട് സെൻഡ് ചെയ്യുമ്പോഴും പോസ്റ്റ് ഓഫീസുകാർക്കും സുഖം അതാണ്, നമുക്കും ഏറ്റവും സുഖം അതാണ്, കുറച്ചുകൂടി നമുക്ക് ചിലവ് കുറയുന്നതും അതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇതുപോലെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സൈസിലാണ് ചെയ്യാറുള്ളത് A4 പേപ്പർ യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ A4 സൈസിൽ വരുന്ന വേറെ കാര്യങ്ങൾ ഇതിൽ ആഡ് ചെയ്യുമ്പോഴേക്കും ഒന്നുകൂടെ ഫോൾഡ് ചെയ്യേണ്ട അവസ്ഥ വരാറുണ്ട്. പക്ഷേ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ അതെല്ലാം നമ്മൾ എൻവലപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ പിൻവശം അതൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഒരു പെൻപൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് പെൻപൽ ലെറ്റേഴ്സ് സെൻഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കോമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാറുണ്ട്. ചില ആൾക്കാർക്ക് ഇപ്പോഴും കുറേ കാര്യങ്ങളെ കുറിച്ചിട്ട് അറിയുന്നുണ്ടാവില്ലല്ലോ. എനിക്ക് ഒരുപാട് അറിയുമെന്നല്ല, പക്ഷേ കുറേ ആയിട്ട് പെൻപൽ ലെറ്റേഴ്സ് സെൻഡ് ചെയ്യുന്നത് കൊണ്ടും കുറച്ച് ചില്ലറ കാര്യങ്ങളും എനിക്കറിയാം. അപ്പോൾ അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് എനിക്ക് അറിയുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഡൗട്ട്സ് താഴെ കോമൻ്റ് ആയിട്ട് ഇട്ടാൽ മതി. ഞാനതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പെൻപാലിൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.